ഒരു ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണേ. ഞാൻ കുക്കറിൽ ആദ്യം ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുത്തു. പിന്നെ ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ശർക്കര, അതായത് നമ്മൾ പാലക്കാട് ഒരു വെല്ലം എന്ന് പറയും, അത് ഒന്ന് പാനിയാക്കിയിട്ട് എടുത്തിട്ട് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം തിളച്ചപ്പത്തിരി വേവാനൊക്കെ ഉണ്ടെങ്കിൽ ആ ശർക്കരയൊക്കെ നന്നായിട്ട് അങ്ങനെ പിടിക്കും. തിളച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. പഞ്ചസാര ഇടയുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഒന്നാം പാൽ തേങ്ങാപ്പാൽ അല്ല ഒന്നാം പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ്. ഇവിടെ മക്കൾക്ക് ഇങ്ങനെ മുന്തിരി എന്നതിലിട്ടാൽ കഴിക്കില്ല, അപ്പോൾ പിന്നെ ഞാൻ ഡയറക്റ്റ് നെയ്യാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരുന്നത് വരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല പപ്പടവും നല്ല ചെറുപഴമൊക്കെ ചേർത്ത് കഴിക്കാം.